സർവേഷാം കൃതേ മമ നമസ്കാരഃ. എൻ്റെ എല്ലാ വിദ്യാർത്ഥികളെയും ഈ ഒരു പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ പൂർവം പരം എന്ന ഉപപദ വിഭക്തിയുടെ ഉദാഹരണത്തിൽ ഒരു ചെറിയൊരു മാറ്റം വരുത്താനുണ്ട്. എന്താന്ന് വെച്ചാൽ, ഞാൻ ആ ക്ലാസ്സിൽ ഭീമാദ് എന്ന പദത്തിനു പകരം ഭീഷ്മാദ് എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഭീഷ്മാദ് എന്ന പദത്തിൻ്റെ സ്ഥാനത്ത് ഭീമാദ് എന്ന് മനസ്സിലാക്കുവാൻ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലോട്ട് നമുക്ക് പോകാം. പുതിയൊരു ഉപപദ വിഭക്തിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. ഏതാണ് ആ പദം? അതാണ് വിനാ, കൂടാതെ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഋതേ എന്ന അവയം പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ സെയിം മീനിങ് തന്നെയാണ് ഇവിടെയും ഉപയോഗിക്കേണ്ടത്, കൂടാതെ. അപ്പോൾ ഈ ഒരു വിനാ ശബ്ദം ഉപയോഗിക്കുന്ന സമയത്ത് 3 വിഭക്തികൾ നമുക്ക് ഉപയോഗിക്കുവാൻ സാധിക്കുന്നതാണ്. ദ്വിതീയ വിഭക്തി, തൃതീയ വിഭക്തി, പഞ്ചമി വിഭക്തി. മനസ്സിലായല്ലോ? വിനാ ശബ്ദം വരുന്ന സമയത്ത് 3 വിഭക്തികൾ ഉപയോഗിക്കുവാൻ സാധിക്കും. ദ്വിതീയ, തൃതീയ, പഞ്ചമി. ഓക്കെ, ഇനി നമുക്ക് വാക്യത്തിലോട്ട് കടക്കാം, ഉദാഹരണത്തിലോട്ട് കടക്കാം. രാമം വിനാ സീത ന ജീവതി. രാമനെ കൂടാതെ, രാമനില്ലാതെ സീത ജീവിക്കില്ല. അപ്പോൾ ഇവിടെ ഏതു പദത്തിനാണ് ദ്വിതീയ വിഭക്തി കൊടുത്തിരിക്കുന്നത്? രാമം എന്ന പദത്തിനാണ് ഇവിടെ ദ്വിതീയ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ കൂടാതെ എന്ന അവ്യയം, അതായത് വിന എന്ന അവ്യയം ഉപയോഗിച്ചിട്ട് നമ്മൾ ഒരു വാക്യം പഠിച്ചു കഴിഞ്ഞു അല്ലേ? അത് ഏതു വിഭക്തിയിലാണ് ഉപയോഗിച്ചത്? ദ്വിതീയ വിഭക്തിയിൽ. ഇനി അടുത്തത് തൃതീയ വിഭക്തിയിൽ. രാമേണ വിനാ സീത ന ജീവതി. ഇവിടെയും അർത്ഥം ഒന്ന് തന്നെയാണ്. രാമനെ കൂടാതെ സീത ജീവിക്കില്ല. അതേപോലെ തന്നെയാണ് പഞ്ചമിയിൽ. രാമാത് വിനാ സീത ന ജീവതി. ഓക്കെ, അപ്പോൾ ഈ 3 വാക്യങ്ങളിലും 3 വ്യത്യസ്ത വിഭക്തികളിലാണ് തന്നിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ മീനിങ് ഒന്നാണ്. രാമനെ കൂടാതെ എന്നാണ് ഈ 3 വാക്യത്തിലും വരുന്ന അവ്യയത്തിൻ്റെ അർത്ഥം. ഓക്കെ, പക്ഷേ അവിടെ ഒരു സംശയം വരുവാൻ സാധ്യതയുണ്ട്. തൃതീയ വിഭക്തി ഉപയോഗിക്കുന്ന സമയത്ത് തൃതീയ വിഭക്തിയുടെ അർത്ഥമല്ലേ അവിടെ വരേണ്ടത്? അതുപോലെ പഞ്ചമി വിഭക്തിയുടെ അർത്ഥമല്ലേ അവിടെ വരേണ്ടത്? തീർച്ചയായും അങ്ങനെ ഒരു ഡൗട്ട്സ് വരും. പക്ഷേ ഇവിടെ ഭാവാർത്ഥമാണ് ചിന്തിക്കേണ്ടത്. വാക്യാർത്ഥത്തെ നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യം ഇല്ല. വ്യക്തമാണല്ലോ? ഓക്കെ, ഇനി വിന ഉപയോഗിച്ചിട്ട് കുറച്ചുകൂടി ഉദാഹരണങ്ങൾ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. ജലം വിനാ മീനാഹ ന ജീവന്തി. ജലത്തിനെ കൂടാതെ മീനുകൾ ജീവിക്കില്ല. അല്ലെങ്കിൽ ജലത്തെ കൂടാതെ മീനുകൾ ജീവിക്കില്ല.
അതേപോലെ തൃതീയയിൽ എങ്ങനെയാണ്? ജലേന വിന മീനാഹ ന ജീവന്തി. അതുപോലെ പഞ്ചമി ജലാത് വിന മീനാഹ ന ജീവന്തി. ഓക്കെ. അതുപോലെ അടുത്ത ഉദാഹരണം, ആഹാരം വിന ജീവനം ന ശക്യതേ. ആഹാരേണ വിന ജീവനം ന ശക്യതേ. ആഹാരാത് വിന ജീവനം ന ശക്യതേ. ആഹാരത്തെ കൂടാതെ ജീവിക്കുവാൻ സാധിക്കില്ല. ഓക്കെ. അടുത്ത ഉദാഹരണം, സൂര്യം വിന. സൂര്യം വിന, ഇവിടെ അമ്മുന്നുണ്ട് കേട്ടോളൂ. സൂര്യം വിന കമലാനി ന വികസന്തി. സൂര്യനെ കൂടാതെ താമരകൾ വിരിയില്ല, വികസിക്കില്ല. ഓക്കെ. സൂര്യേണ വിന കമലാനി ന വികസന്തി. സൂര്യാത് വിന കമലാനി ന വികസന്തി. ഓക്കെ. അപ്പോൾ ഇതുപോലെ വിന എന്ന അവ്യയം ഉപയോഗിച്ചിട്ട് കുറച്ചുകൂടി വാക്യങ്ങൾ നിർമ്മിച്ച് പഠിക്കുക. ഓക്കെ. അടുത്ത അവ്യയമാണ് സഹ, സാർദ്ധം, സാക്കം, സമം. ഈ 4 എണ്ണവും എന്തിനാണ് ഞാൻ ഒരുമിച്ച് പ്രയോഗിച്ചിരിക്കുന്നത്, ഒരുമിച്ച് എഴുതിയിരിക്കുന്നത്? ഈ 4 അവ്യയത്തിൻ്റെയും അർത്ഥം ഒന്നാണ്. ഓക്കെ. ഈ 4 അവ്യയത്തിൻ്റെയും മീനിങ് ഒന്ന് തന്നെയാണ്. എന്താ ഇതിൻ്റെ മീനിങ്? കൂടെ. ഓക്കെ. അപ്പോൾ ഈ 4 അവ്യയങ്ങളും ഉപയോഗിക്കുന്ന സമയത്ത് തൃതീയ വിഭക്തി മാത്രമേ ഉപയോഗിക്കാവൂ. വ്യക്തമാണല്ലോ? സഹ വരുന്ന സമയത്ത്, സാർദ്ധം വരുന്ന സമയത്ത്, സാക്കം, അതുപോലെ സമം. ഈ 4 അവ്യയങ്ങളും വരുന്ന സമയത്ത് തൃതീയ വിഭക്തി മാത്രമേ ഉപയോഗിക്കാവൂ. ഓക്കെ. ഇനി നമുക്ക് ഉദാഹരണത്തിലോട്ട് കടക്കാം. രാമേണ സഹ സീത വനം ഗച്ഛതി. അപ്പോൾ ഇവിടെ സഹ എന്ന അവ്യയമാണ്. അതിനെ തന്നെ സഹ എന്ന ഉപപദ വിഭക്തി എന്നുകൂടി നമുക്ക് വിശേഷിപ്പിക്കാം. ഓക്കെ. രാമേണ സഹ സീത വനം ഗച്ഛതി. രാമനോട് കൂടെ സീത വനത്തിലേക്ക് പോകുന്നു. രാമനോട് കൂടെ. ഓക്കെ. അപ്പോൾ കൂടെ എന്നൊരു മീനിങ് ഇവിടെ വന്നു. ഇനി അടുത്തത്, അഹം മിത്രേണ സാർദ്ധം പഠാമി. ഞാൻ കൂട്ടുകാരോട് കൂടെ പഠിക്കുന്നു. കൂട്ടുകാരോടുകൂടെ പഠിക്കുന്നു, അല്ലെങ്കിൽ കൂട്ടുകാരിയോട് കൂടെ പഠിക്കുന്നു. അപ്പോൾ ഇവിടെ മിത്രേണ എന്ന തൃതീയ വിഭക്തിയോടുകൂടി സാർദ്ധം എന്ന ഉപപദ വിഭക്തി കൂടി ചേർന്നപ്പോൾ അതൊരു ഉപപദ വിഭക്തി വാക്യമായി മാറി. ഓക്കെ. അടുത്ത ഉദാഹരണമാണ് ഭോജനേന സാക്കം ജലം പിബാമി. ഭക്ഷണത്തിനോടുകൂടെ ജലത്തെ കുടിക്കുന്നു. ഓക്കെ. അപ്പോൾ ഇവിടെ സാകം എന്ന അവ്യയം വന്നത് കൊണ്ട് എന്തിൻ്റെ കൂടെയാണ്? ഭക്ഷണത്തിൻ്റെ കൂടെ, അല്ലെങ്കിൽ ഭക്ഷണത്തിനോട് കൂടെ. ഓക്കെ. ഭക്ഷണത്തിൻ്റെ കൂടെ എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ മലയാളത്തിലുള്ള ഒരു പ്രയോഗമാണ്. കറക്റ്റായിട്ട് സംസ്കൃതത്തിൽ ഭക്ഷണത്തിനോട് കൂടെ എന്ന് വേണം പറയണമെങ്കിൽ. ഓക്കെ. അതുപോലെ മാത്ര സമം പുത്രി ആഗച്ഛതി. അമ്മയോട് കൂടെ പുത്രി, മകൾ വരുന്നു. അപ്പോൾ ഇവിടെ എന്തുകൊണ്ടാണ് മാത്ര എന്ന് വരാൻ കാരണം? ഈ മാത എന്ന് പറയുമ്പോൾ അതിൻ്റെ ഏത് അന്തമാണ്? ഋകാരാന്ത ശബ്ദം. ഞാൻ കഴിഞ്ഞതല്ല, കുറച്ച് മുൻപിലത്തെ ക്ലാസ്സിൽ ഞാൻ പരിചയപ്പെടുത്തിയിരുന്നു ഋകാരാന്ത മാതൃശബ്ദം അല്ലേ. അതൊന്ന് നോക്കിക്കഴിഞ്ഞാൽ മാത്ര എന്ന പദം ഏത് വിഭക്തിയിലാണ് വരുന്നത് എന്ന് കറക്റ്റായിട്ട് മനസ്സിലാവും. അപ്പോൾ മാത്ര എന്ന് വരുമ്പോൾ ഒരു സംശയവുമില്ല, തൃതീയ വിഭക്തി ഏകവചനമാണ്. ഓക്കെ. അമ്മയോടുകൂടെ പുത്രി വരുന്നു. ഓക്കെ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്
സഹ, സാർദ്ധം, സാകം, സമം എന്നീ ഉപപദ വിഭക്തി രൂപങ്ങൾ വരുന്ന സമയത്ത് തൃതീയ വിഭക്തി മാത്രമേ ഉപയോഗിക്കാവൂ. കൂടെ എന്നാണ് ഇതിൻ്റെ മീനിങ്. ഏതിൻ്റെ കൂടെ? അപ്പോൾ ആ ഏതിൻ്റെ എന്ന പദത്തിനെയാണ് നമ്മൾ തൃതീയ വിഭക്തി കൊടുക്കേണ്ടത്, തൃതീയ വിഭക്തി രൂപം കൊടുക്കേണ്ടത്. വ്യക്തമാണല്ലോ? ഓക്കെ. അപ്പോൾ ഇന്ന് നമ്മൾ 2 ഉപപദ വിഭക്തികളെ കുറിച്ച് മാത്രമേ ഇന്ന് ഞാൻ ഇവിടെ എടുക്കുന്നുള്ളൂ. അത് ഞാൻ എടുത്തു കഴിഞ്ഞു. ഓക്കെ. വിന, അതുപോലെ സഹ, സാർദ്ധം, സാകം, സമം അല്ലേ? അപ്പോൾ ഇതെല്ലാവരും നല്ലവണ്ണം മനസ്സിലാക്കി വെക്കുക. ഇനി അടുത്തതായിട്ട് സംഭാഷണ ക്ലാസ്സിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ഇന്നത്തെ പദം എന്ന് വെച്ചാൽ കഥ, കുതഹ എന്നീ 2 പദങ്ങളെ കുറിച്ചിട്ടാണ് ഞാനിവിടെ എടുക്കുവാൻ പോകുന്നത്. കഥ എന്ന് പറഞ്ഞാൽ എപ്പോൾ. കഥ ഉത്തിഷ്ഠതി, എപ്പോൾ എഴുന്നേൽക്കും. കഥ ആഗച്ഛതി, എപ്പോൾ വരും. കഥ ആഗമിഷ്യതി, എപ്പോൾ വരും. കഥ എന്ന് പറയുന്ന സമയത്ത് അധികവും നമ്മൾ ഭാവികാല ക്രിയ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ. കാരണം സംഭവിക്കാൻ പോകുന്ന കാര്യമാണ്. ഓക്കെ. അതുപോലെ അടുത്ത ഉദാഹരണമാണ് കഥാ ഭോജനം പ്രാപ്സ്യതി. കഥ ഓണം ഭവിഷ്യതി, എപ്പോഴാണ് ഓണം വരിക, ഓണം ഉണ്ടാവുക. കഥ വിഷു ഭവിഷ്യതി, കഥ നവരാത്രി മഹോത്സവ ഭവിഷ്യതി, കഥ ജന്മദിനോത്സവ ഭവിഷ്യതി, കഥ പരീക്ഷ ഭവിഷ്യതി, കഥ വൃഷ്ടി ഭവിഷ്യതി അല്ലേ? കഥ അധ്യാപക ആഗമിഷ്യതി, കഥ ഉത്തരപത്രം ദാസ്യതി, എപ്പോൾ ആൻസർ പേപ്പർ കിട്ടും. കഥ പത്രം പതിഷ്യതി, പത്രം എന്ന് പറഞ്ഞാൽ ഇല എന്ന അർത്ഥം കൂടി ഇവിടെ വരുന്നുണ്ട്. ഓക്കെ. അപ്പോൾ കഥ എന്ന പദം ഉപയോഗിച്ചിട്ട് ഇത്രയും പര്യാപ്തമാണല്ലോ നമുക്ക് വാക്യങ്ങൾ. ഇനി താങ്കളെല്ലാവരും ഇതുപോലെ വ്യത്യസ്തമായ വിശേഷ ദിവസങ്ങളോ ഉണ്ടാവാൻ പോകുന്ന കാര്യങ്ങളോ എല്ലാം വെച്ചിട്ട് സ്വയം നിർമ്മിക്കുവാൻ ശ്രമിക്കൂ. ഇനി അടുത്ത പദമാണ് കുതഹ. എന്താണ് കുതഹ? എന്താ ഇതിൻ്റെ മീനിങ്? എവിടെ നിന്ന്. നമുക്ക് ഉദാഹരണം നോക്കാം. കുതഹ വൃഷ്ടി പതതി, എവിടെ നിന്നാണ് മഴ പെയ്യുന്നത്. കുതഹ ഗഗഃ പതതി, എവിടെ നിന്നാണ് പക്ഷി വീണത് അല്ലെങ്കിൽ വീഴുന്നത്. കുതഹ മിത്രം ആഗച്ഛതി, എവിടെ നിന്നാണ് കൂട്ടുകാരൻ വരുന്നത് അല്ലെങ്കിൽ കൂട്ടുകാരി വരുന്നത്. അതുപോലെ കുതഹ ജനകഃ ആഗച്ഛതി, എവിടെ നിന്നാണ് അച്ഛൻ വരുന്നത്. കുതഹ ലേഖനീം സ്വീകരോതി, എവിടെ നിന്നാണ് പേനയെ സ്വീകരിക്കുന്നത്, വാങ്ങുന്നത്. കുതഹ പുസ്തകം സ്വീകരോതി, എവിടെ നിന്ന് പുസ്തകത്തെ സ്വീകരിക്കുന്നു. കുതഹ ശബ്ദമാഗച്ഛതി, എവിടെ നിന്നാണ് ശബ്ദം വരുന്നത്. കുതഹ ഗീതം ശൃണോതി, എവിടെ നിന്നാണ് പാട്ട് കേൾക്കുന്നത്.
അപ്പോൾ നമ്മൾ കിം, കുത്ര, കതി, കഥാ, കുതഃ എന്നീ 5 പദങ്ങൾ ഉപയോഗിച്ചിട്ട് എങ്ങനെ ചോദ്യങ്ങൾ നിർമ്മിക്കാം എന്ന് പഠിച്ചു കഴിഞ്ഞു അല്ലേ. ഇനി ഈ 5 പദങ്ങളും കൂടി ഒരുമിച്ച് ചേർന്ന് നമുക്കൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ 5 വാക്യങ്ങൾ എഴുതിയിട്ടുണ്ട്. നമുക്കൊന്ന് വായിച്ച് നോക്കാം അല്ലേ. കിം എന്ന പദം ഉപയോഗിച്ചിട്ട് എന്താണ് ഇവിടെ എഴുതിയിരിക്കുന്നത്? ഭവതഃ നാമ കിം ഒന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ. അതുപോലെ ഒരുപാട് ഉദാഹരണങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഭവത്യാഹ നാമ കിം, ഗൃഹസ്യ നാമ കിം, വനസ്യ നാമ കിം, സ്യൂതേ കിം അസ്തി, വനേ കിം അസ്തി, ലേഖന്യാം കിം അസ്തി അല്ലേ. അതുപോലെ കുത്ര, ഗൃഹം കുത്ര അസ്തി, ലേഖനി കുത്ര അസ്തി, പാദരക്ഷ കുത്ര അസ്തി, വൃക്ഷഃ കുത്ര അസ്തി, മിത്രം കുത്ര അസ്തി. അതുപോലെ കതി ഉപയോഗിച്ചിട്ട് കതി വൃക്ഷാഃ സന്തി, കതി മിത്രാണി സന്തി, കതി പർണാനി സന്തി, കതി ധനാനി സന്തി, കതി ഗൃഹാണി സന്തി, കതി പാദരക്ഷാഃ സന്തി, കതി ബാലകാഃ സന്തി, കതി പുത്രാഃ സന്തി. അതുപോലെ കഥാ ഉപയോഗിച്ചിട്ട് കഥാ വിദ്യാലയം ഉദ്ഘാടയതി, കഥാ आपणः ഉദ്ഘാടയതി, കഥാ ദ്വിചക്രികാം സ്വീകരിഷ്യതി, കഥാ ദ്വിചക്രികാം സ്വീകരിഷ്യതി, കഥാ മമ മാതാ ഭോജനം ദാസ്യതി, എപ്പോൾ എൻ്റെ അമ്മ ഭക്ഷണത്തെ തരും അല്ലെങ്കിൽ നൽകും, കഥാ ഭിക്ഷുകഃ ആഗമിഷ്യതി, കഥാ ജന്മദിനോത്സവഃ ഭവതി. ഓക്കെ, ഇനി അടുത്തതായിട്ട് കുതഃ. കുതഃ വസ്ത്രം ക്രീണാതി, കുതഃ ലേഖനീം ക്രീണാതി, കുതഃ പുസ്തകം ക്രീണാതി, കുതഃ ഷാട്ടികാം ക്രീണാതി, കുതഃ കർണാഭരണം ക്രീണാതി, കുതഃ നാസികാഭരണം ക്രീണാതി, കുതഃ ജംഗമവാണീം ക്രീണാതി, കുതഃ പത്രം ക്രീണാതി അല്ലേ. അപ്പോൾ ഇതുപോലെ ഒരുപാട് വാക്യങ്ങൾ പ്രാക്ടീസ് ചെയ്ത് പഠിക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ സൂചിപ്പിക്കുക. അപ്പോൾ ആദ്യമായിട്ടാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്കും ചെയ്യുക. എങ്കിൽ മാത്രമേ നേരത്തെ പോസ്റ്റ് ചെയ്ത വീഡിയോകളും കാണുവാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, എല്ലാവർക്കും നമസ്കാരം, ധന്യവാദः.